Hello friends, once again welcome back to AKS Media. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിലെ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ അതിൻ്റെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെയാണ്. സോ നിങ്ങളിപ്പം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടി ഉപകാരപ്പെടും. സോ ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് സ്റ്റാർട്ട്. സോ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈനമാറ്റിക്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ ആണ്. അതായത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ എന്തായിരുന്നു, ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ആയിരുന്നു, ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് ആയിരുന്നു. എന്നാൽ ഇപ്പം ഫ്ലൂയിഡ് മോഷൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് കൈനമാറ്റിക്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഡു യു മീൻ ബൈ ഫ്ലൂയിഡ് ഫ്ലോ? ഡിസ്കസ് ദ ഓയിലേറിയൻ ആൻഡ് ലഗ്രാഞ്ചിയൻ അപ്രോച്ച് ഫോർ ഫ്ലൂയിഡ് ഫ്ലോ. ഓക്കെ, ഫ്ലൂയിഡ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് ഫ്ലോ ഈസ് എ പാർട്ട് ഓഫ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഡീൽസ് വിത്ത് ഫ്ലൂയിഡ് ഡൈനാമിക്സ്. Fluids such as gases, liquids in motion are called fluid flow. Motion of fluids subjected to unbalanced forces. This motion continues as long as unbalanced forces are applied. Okay. ഫ്ലൂയിഡിൻ്റെ മോഷനുള്ള കാര്യങ്ങളും അതിൻ്റെ ഡെഫിനേഷനാണ്, ഫ്ലൂയിഡ് ഫ്ലോയിൻ്റെ ഡെഫിനേഷനാണ് പറഞ്ഞത്. ഇനി ഓയിലേരിയൻ അപ്രോച്ച് ആൻഡ് ലഗ്രാഞ്ചിയൻ അപ്രോച്ച്. ലൈക്ക് ഓയിലേരിയൻ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രോൾ വോളിയത്തിലൂടെ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ കടന്നു പോകുമ്പോൾ അതിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, അതേപോലെ തന്നെ അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്താണ് നോട്ട് ചെയ്യുന്നു. അതാണ് ഓയിലേരിയൻ സിമ്പിൾ ആയിട്ടുള്ള മീനിങ്. ബട്ട് ലഗ്രാഞ്ചിയൻ ആകുമ്പോൾ എന്താണ്, ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിന്റെ ത്രൂ ഔട്ട് അതിന്റെ പാത്ത് ഒബ്സർവ് ചെയ്യുന്നു. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഫ്ലൂയിഡ് പാർട്ടിക്കിളിന്റെ അടുത്തിൽ അതിന്റെ പാത്ത് ഒബ്സർവ് ചെയ്തിട്ട് അതിന്റെ പ്രോപ്പർട്ടീസും അതേപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ മെഷർ ചെയ്ത് നോട്ട് ചെയ്യുന്ന പരിപാടിയാണ് സിമ്പിൾ ആയിട്ട് ലഗ്രാഞ്ചിയൻ അപ്രോച്ച്. സോ ഇതിന്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം. ഇൻ ഓയിലേരിയൻ മെത്തേഡ് ദ ബിഹേവിയർ ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ അറ്റ് സിംഗിൾ ഫിക്സഡ് പോയിന്റ് ഈസ് അനലൈസ്ഡ്. ഓക്കെ, അതായത് സിംഗിൾ ഫിക്സഡ് പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിനെയാണ് അനലൈസ് ചെയ്യുന്നത്. So the observer remains stationary and he can observe the changes in fluid parameters. Let x, y, z be the space coordinates at time t. The components of the velocity vector are function of space coordinates and times. Okay, അതായത് വെലോസിറ്റിനെയും ഒക്കെ ആ ഒരു ഫംഗ്ഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്തതാണ്. ആൻഡ് യു ഇസ് ഈക്വൽ ടു നമുക്കറിയാം 3D ആണെങ്കിൽ എന്താണ്, വെലോസിറ്റിക്ക് 3 കോമ്പണൻസ് ഉണ്ടാവും, യു, വി, അതേപോലെ തന്നെ ഡബ്ല്യു. സോ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ആ ഒരു ഇക്വേഷൻ ഒക്കെയാണ് കൊടുത്തത്. യു ഇസ് ഈക്വൽ ടു ഡോ എക്സ് ബൈ ഡോ ടി, വി ഇസ് ഈക്വൽ ടു ഡോ വൈ ബൈ ഡോ ടി, ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡോ സെഡ് ബൈ ഡോ ടി. ഓക്കെ, സോ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഡയമെൻഷനിൽ എന്തായിരിക്കും, യു ഐ പ്ലസ് വി ജെ പ്ലസ് ഡബ്ല്യു കെ എന്നുള്ള ഫോമിലായിരിക്കും, വെക്ടർ ഫോമിൽ. ലഗ്രാഞ്ചിയൻ അപ്രോച്ച്. ദ പാത്ത് ഇൻ ലഗ്രാഞ്ചിയൻ മെത്തേഡ് the behavior of a single fluid particle is analyzed followed by single fluid particle and changes in its velocity, acceleration, density, etc. അതായത് ഒരു സിംഗിൾ ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെ ത്രൂ ഔട്ട് അതിൻ്റെ മോഷൻ ഒബ്സർവ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പാത്തിനെ ഒബ്സർവ് ചെയ്തിട്ട് അതിനുണ്ടാവുന്ന വെലോസിറ്റി ചേഞ്ച്, ആക്സിലേഷൻ ചേഞ്ച്, ഡെൻസിറ്റി ചേഞ്ച് അതൊക്കെ ഒബ്സർവ് ചെയ്യുന്നു, ആർ ഡിസ്ക്രൈബ്ഡ്. ബട്ട് ഒബ്സർവർ ഹാസ് ടു മൂവ് അലോങ് ദ പാർട്ടിക്കിൾ ടു അനലൈസ് പാരാമീറ്റർ. ഓക്കെ, അതായത് ആ പാർട്ടിക്കിളിനെ ത്രൂ ഔട്ട് ഒബ്സർവർ എന്തായിരിക്കണം, മൂവ് ചെയ്യണം, അതിൻ്റെ പുറകെ തന്നെ പോയിട്ട് വേണം ഒബ്സർവ് ചെയ്യാൻ. അതാണ് അവിടെ സിമ്പിളായിട്ട് പറഞ്ഞത്. സോ ഇവിടെയാണെങ്കിൽ ഓയിലേരിയൻ ആൻഡ് ലഗ്രാഞ്ചിയൻ മെത്തേഡിൻ്റെ ആ ഒരു ഡിഫറൻസിയേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് 2019 യൂണിവേഴ്സിറ്റി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയാണ്, 4 പോയിന്റ്സ് ഇങ്ങനെയാണ് കൊടുത്തത്. ഓയിലേരിയൻ മെത്തേഡിലാണ് ദ ഒബ്ജക്ട് മൂവ്സ് അക്രോസ് ദ ഫിക്സഡ് ഗ്രിഡ് ആണ്, അതായത് ഫിക്സഡ് ഗ്രിഡിലൂടെ ഒബ്ജക്ട് മൂവ് ചെയ്യുന്നു. ദ ഫ്ലക്സ് ഓഫ് മാസ്, മൊമെന്റം ആൻഡ് എനർജി അക്രോസ് ദ സെൽ ബൗണ്ടറീസ് മസ്റ്റ് ബി സിമുലേറ്റഡ്. ഡിഫിക്കൽട്ട് ടു ഒബ്റ്റെയിൻ ടൈം ഹിസ്റ്ററി ഡാറ്റ ആൻഡ് പോയിന്റ് അറ്റാച്ച്ഡ് ടു മെറ്റീരിയൽ. ഈസി ടു ഹാൻഡിൽ, അതായത് ഓയിലേരിയൻ മെത്തേഡ് എന്താണ്, ഈസി ടു ഹാൻഡിൽ ആണ്, അതായത് ഒരു ഫിക്സഡ് പോയിന്റിലൂടെ കടന്നു പോകുന്ന പാർട്ടിക്കിൾസിനെയാണ് അനലൈസ് ചെയ്യുന്നത്. ഈസി ടു ഒബ്റ്റെയിൻ ടൈം ഹിസ്റ്ററി ഡാറ്റ അറ്റ് എ പോയിന്റ് അറ്റാച്ച്ഡ് ഓൺ മെറ്റീരിയൽ. ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ ആണ്, അതായത് ലഗ്രാഞ്ചിയൻ മെത്തേഡ് എന്താണ്, ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ ആണ്. ആ പോയിന്റുകളൊന്നും ഓർത്ത് വെക്കുക. ഇനി അടുത്തത് ഗീവ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ. അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടേംസ് റിലേറ്റഡ് ടു ഫ്ലൂയിഡ് ഫ്ലോ. ഓക്കെ, ഫ്ലൂയിഡ് ഫ്ലോനെ സംബന്ധിച്ചുള്ള കുറച്ചുള്ള ടേംസ് ആണ് അൺസ്റ്റഡി ഫ്ലോ, നോൺ യൂണിഫോം ഫ്ലോ, 1, 2 or 3 dimensional flow, rotational flow, അതേപോലെ തന്നെ ഇറോട്ടേഷണൽ ഫ്ലോ. ഇതിനൊന്ന് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞത്. അതേപോലെ തന്നെ വേറെ എന്ത് കൊടുത്തു, സ്റ്റഡി ഫ്ലോനെ ഡിഫൈൻ ചെയ്യണം, ലാമിനാർ ഫ്ലോനെ ഡിഫൈൻ ചെയ്യണം, ടെർബുലന്റ് ഫ്ലോ, യൂണിഫോം ഫ്ലോ, കംപ്രസീവ് ഫ്ലോ, അതേപോലെ തന്നെ ഇൻകംപ്രസിബിൾ ഫ്ലോവും വരുന്നുണ്ട്. നമുക്ക് ഓരോന്നും നോക്കാം. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ. ഫസ്റ്റ് വൺ സ്റ്റഡി ഫ്ലോ ആണ്. സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് ക്യാരക്ടറിസ്റ്റിക്സും അതേപോലെ തന്നെ ഫ്ലൂയിഡ് പാരാമീറ്റേഴ്സും ടൈമിനനുസരിച്ച് അല്ലെങ്കിൽ സ്പേസിനനുസരിച്ച്, ടൈമിനനുസരിച്ച് പറയാം, ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നില്ല എങ്കിൽ അത്തരം ഫ്ലോയിനെയാണ് നമ്മൾ സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. സോ ദ ഫ്ലോ ഇൻ വിച്ച് ഫ്ലൂയിഡ് ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് വെലോസിറ്റി, ആക്സിലറേഷൻ, പ്രഷർ ആൻഡ് ഡെൻസിറ്റി ഡു നോട്ട് ചേഞ്ച് വിത്ത് ടൈം അറ്റ് എനി പോയിന്റ് ഇൻ ദ ഫ്ലൂയിഡ് ഈസ് കാൾഡ് സ്റ്റഡി ഫ്ലോ. അതായത് ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി, ആക്സിലറേഷൻ, പ്രഷർ ഓർ ഡെൻസിറ്റി, അതായത് ഫ്ലൂയിഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഡു നോട്ട് ചേഞ്ച് വിത്ത് ടൈം അറ്റ് എ പോയിന്റ്, അതായത് ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന ഫ്ലൂയിഡ്സിൻ്റെ എന്താണ്
ടൈമിനനുസരിച്ച് അതിൻ്റെ വെലോസിറ്റി അതേപോലെ തന്നെ ആക്സിലറേഷൻ പ്രഷർ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. അത്തരം ഫ്ലൂയിഡിനെ അല്ലെങ്കിൽ അത്തരം ഫ്ലോയിനെയാണ് പറയുന്നത് സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. എ ഫ്ലോ ഓഫ് വാട്ടർ വിത്ത് കോൺസ്റ്റന്റ് ഡിസ്ചാർജ് ത്രൂ എ പൈപ്പ് ലൈൻ ഈസ് എക്സാമ്പിൾ ഓഫ് സ്റ്റഡി ഫ്ലോ. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അതായത് ഫ്ലോ ഓഫ് വാട്ടർ വിത്ത് കോൺസ്റ്റന്റ് ഡിസ്ചാർജ് ത്രൂ എ പൈപ്പ് ലൈൻ. ഒരു പൈപ്പ് ലൈനിൽ പോകുന്ന എന്താണ് കോൺസ്റ്റന്റ് ഡിസ്ചാർജിലുള്ള ആ ഒരു ഫ്ലൂയിഡ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഫ്ലോക്ക് എക്സാമ്പിൾ ആണ്. ഇനി സ്റ്റഡി ഫ്ലോയിലാണെങ്കിൽ എന്താണ് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല, അതായത് ടൈമിനനുസരിച്ച് ഡോ വി ബൈ ഡോ ടി എന്ന് പറഞ്ഞത് 0 ആയിരിക്കും. അതേപോലെ തന്നെ ആക്സിലറേഷൻ ചേഞ്ച് ചെയ്യുന്നില്ല, ഡോ സ്ക്വയർ വി ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇനി ഡി പി ബൈ ഡി ടി, അതായത് എന്താണ് പ്രഷർ ചേഞ്ച് ചെയ്യുന്നില്ല, അതേപോലെ തന്നെ ഡെൻസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല, അതാണ് അതിൻ്റെ ഡിഫറൻഷ്യൽ എന്താണ് 0 എന്ന് പറയുന്നത്. ഇനി അൺസ്റ്റഡി ഫ്ലോ എന്ന് പറയുമ്പം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, അതായത് ഫ്ലൂയിഡ് ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് വെലോസിറ്റി, പ്രഷർ, അതേപോലെ തന്നെ ആക്സിലറേഷൻ വാരീസ് with respect to time in a point. Okay, the water with a varying discharge through a pipe is unsteady flow. അതായത് ഒരു പൈപ്പിലൂടെ ഉണ്ടാവുന്ന അൺസ്റ്റഡി ആയിട്ടുള്ള അല്ലെങ്കിൽ പൈപ്പിലൂടെ ഉണ്ടാവുന്ന എന്താണ് വാരി ചെയ്യുന്ന ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസ്റ്റഡി ഫ്ലോക്ക് എക്സാമ്പിൾ ആണ്. ഈ ഒരു ടൈമിൽ എന്തായിരിക്കും, ഇതൊന്നും 0 ആയിരിക്കില്ല, എന്താണ് ആക്സിലറേഷൻ 0 ആയിരിക്കില്ല. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തത്. ആൻഡ് ഇൻ സ്റ്റഡി ഫ്ലോ ദ പാത്ത് ലൈൻ ആൻഡ് സ്ട്രീം ലൈൻസ് വിൽ കോയിൻസൈഡ്. ഓക്കെ, സ്റ്റഡി ഫ്ലോയിലാണെങ്കിൽ പാത്ത് ലൈനും സ്ട്രീം ലൈനും കോയിൻസൈഡ് ചെയ്യും. ഇൻ അൺസ്റ്റഡി ഫ്ലോ ദ പാത്ത് ലൈൻസ് ഓഫ് സക്സസീവ് പാർട്ടിക്കിൾ വിൽ ബി ഡിഫറെൻറ്റ് ആൻഡ് സ്ട്രീം ലൈൻ പാറ്റേൺ ഓഫ് ദ ഫ്ലോ വിൽ ബി ചേഞ്ചിങ് അറ്റ് എവറി ഇൻസ്റ്റൻറ്റ്. ഓക്കെ, ഇനി യൂണിഫോം ഫ്ലോ. യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം യൂണിഫോം വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, യൂണിഫോം ഫ്ലോ ഈസ് ദ ഫ്ലോ ഇൻ വിച്ച് വെലോസിറ്റി ഓഫ് ദ ഫ്ലോ ഡസ് നോട്ട് ചേഞ്ച് അലോങ് ഇറ്റ്സ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ അറ്റ് എനി ടൈം ഓഫ് എനി പോയിന്റ് ഓഫ് ടൈം. ഓക്കെ, അതായത് ഒരു പോയിന്റിലും അതിൻ്റെ വെലോസിറ്റി മൂവ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ അത്തരം ഫ്ലോയിനെയാണ് നമ്മൾ എന്ത് പറയുക, യൂണിഫോം ഫ്ലോ. അതായത് സ്പേസിനനുസരിച്ചിട്ട് പാർട്ടിക്കിളുടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല, അതായത് യൂണിഫോം ആയിരിക്കും. എ ഫ്ലോ ത്രൂ എ കോൺസ്റ്റന്റ് ഡയമീറ്റർ പൈപ്പ് ഈസ് എ എക്സാമ്പിൾ ഓഫ് യൂണിഫോം ഫ്ലോ. അതായത് ഒരു കോൺസ്റ്റന്റ് ഡയമീറ്റർ ഉള്ള പൈപ്പിലൂടെ ഉണ്ടാവുന്ന ഫ്ലൂയിഡ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം ഫ്ലോ ആയിരിക്കും. ഇവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഡോ വി ബൈ ഡോ എസ് ഈസ് ഈക്വൽ ടു 0. ഇനി നോൺ യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, അതായത് എന്താണ് വെലോസിറ്റി വാരീസ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഓർ സ്പേസ്. ഓക്കെ, സ്പേസിനനുസരിച്ചിട്ടും വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നു. എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോൺ വാരിയിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡയമീറ്റർ ചേഞ്ച് ചെയ്യുന്ന ഒരു പൈപ്പിലൂടെ ഉണ്ടാവുന്ന ഫ്ലൂയിഡ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോൺ യൂണിഫോം ഫ്ലോക്ക് എക്സാമ്പിൾ ആണ്. ഇതാണ് ഇവിടെ കൊടുത്ത ഡയഗ്രാം. ഇത് യൂണിഫോം ഫ്ലോ ആണ്, കോൺസ്റ്റന്റ് ഡയമീറ്റർ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ യൂണിഫോം ഫ്ലോ ആണ്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡയമീറ്റേഴ്സ് ആണ്. ഓക്കെ, വാരിയിങ് ഡയമീറ്റർ. ഇനി 2 ഡയമെൻഷണൽ ആൻഡ് 3 ഡയമെൻഷണൽ ആൻഡ് ഓക്കെ ആ ഫ്ലോ ആണ്. 1 ഡയമെൻഷണൽ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഒരു ഡയമെൻഷൻ അല്ലെങ്കിൽ 1 കോർഡിനേറ്റുള്ള എന്താണ് പാരാമീറ്റേഴ്സ് മാത്രമേ മാറുന്നുള്ളൂ. 1 ഡയമെൻഷണൽ ഫ്ലോ ഹാസ് എ സ്പേഷ്യൽ വേരിയേഷൻ ഇൻ 1 ഡയറക്ഷൻ ഓൺലി. ഓക്കെ, ഇപ്പോൾ എക്സിലായിരിക്കാം, വൈയിലായിരിക്കാം, സെറ്റിലായിരിക്കാം, ബാക്കിയൊക്കെ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി 2 ഡയമെൻഷണൽ എന്ന് പറയുമ്പോൾ 2 ഡയറക്ഷനിലുള്ള എക്സിലെയോ വൈയിലെയോ പാരാമീറ്റേഴ്സും അതേപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സും മാറാം. 3 ഡയമെൻഷണൽ എന്ന് പറയുമ്പോൾ എല്ലാ ഡയറക്ഷനിലും അല്ലെങ്കിൽ 3 ഡയമെൻഷനിലുള്ള അല്ലെങ്കിൽ 3 കോർഡിനേറ്റ്സിലെയും ഫ്ലൂയിഡ് പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യാം. ഓക്കെ, സോ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തത്. ഈ പിക്ചർ ഇത് 1 ഡയമെൻഷനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഇത് 2 ഡയമെൻഷനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഈ സ്പൈറലായിട്ടുള്ളത് എന്താണ് 3 ഡയമെൻഷനിലെയും റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി പോയിന്റ്സ് ആയിട്ട് കൊടുത്തത് സിമിലർലി ഓർ വേരിയേഷൻ എക്സിസ്റ്റ് അലോങ് സം പ്ലാനാർ സർഫേസ്. 2 Cartesian independent space variables are needed to describe the variation. Thus, f is equal to f of xy is 2-dimensional. And a 3-dimensional flow has a spatial variation everywhere in the flow field. All turbulent fluid flow are 3-dimensional ആണ്. ഓക്കെ, എല്ലാ turbulent flow എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-dimensional flow ആണ്. ഓക്കെ, അതിൻ്റെ കോർഡിനേറ്റ്സും കാര്യങ്ങൾ എഫ് ഓഫ് എക്സ് ആ ഫംഗ്ഷൻ ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ലാമിനാർ ഫ്ലോ. ലാമിനാർ ഫ്ലോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സ്മൂത്ത് ഫ്ലോ ആയിരിക്കും അല്ലേ. സോ അതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫ്ലോ ക്യാൻ ബി ക്ലാസിഫൈഡ് ബൈ റെനോൾഡ്സ് നമ്പർ. നമുക്കറിയാം ലാമിനാർ ഫ്ലോയും അതേപോലെ തന്നെ ടെർബുലന്റ് ഫ്ലോ എന്നുള്ള കാറ്റഗറൈസേഷൻ വരുന്നത് റെനോൾഡ്സ് നമ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, റെനോൾഡ്സ് നമ്പർ ലെസ് ദാൻ 2300 ആണെങ്കിൽ അത്തരം ഫ്ലോയിനെയാണ് നമ്മൾ ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത്. ടെർബുലന്റ് ഫ്ലോ ആണെങ്കിൽ 4000 ഗ്രേറ്റർ ആയിട്ടുള്ള റെനോൾഡ്സ് നമ്പർ വരുമ്പോഴാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ. സോ റെനോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ ഫോഴ്സ് ബൈ വിസ്കസ് ഫോഴ്സ് ആണ്. ഓക്കെ, റെനോൾഡ്സ് നമ്പറിൻ്റെ ആ ഒരു സിഗ്നിഫിക്കൻസ് നമ്മൾ പിന്നെ അങ്ങോട്ടേക്ക് പഠിക്കുന്നുണ്ട്. ഇനീഷ്യൽ ഫോഴ്സ് ബൈ വിസ്കസ് ഫോഴ്സ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു റോ വി എൽ ബൈ മ്യൂ. ഓക്കെ, ആ റേഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. ഇനി ലാമിനാർ ഫ്ലോൻ്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ദ ഫ്ലോ ക്യാൻ ബി ക്ലാസിഫൈഡ് ബൈ റെനോൾഡ്സ് നമ്പർ. ദ റെനോൾഡ്സ് നമ്പർ ഈസ് ദ റേഷ്യോ ഓഫ് ഇനീഷ്യൽ ഫോഴ്സ് ടു വിസ്കസ് ഫോഴ്സ്
the viscous force tends to make a motion of fluid to അതായത് വിസ്കസ് ഫോഴ്സ് ഡോമിനേറ്റ് ചെയ്യുമ്പോഴാണ് എന്താണ് ഉണ്ടാകുന്നത്, ലാമിനാർ ഫ്ലോ ഉണ്ടാകുന്നത്. അതായത് ലെയേഴ്സ് പാരലൽ ആയിട്ട് മൂവ് ചെയ്യും. ഇനിയിപ്പം ഇൻ കേസ് ഇനേഷ്യൽ ഫോഴ്സ് ആണ് ഡോമിനേറ്റ് അല്ലെങ്കിൽ പ്രിഡോമിനേറ്റ് ചെയ്യുന്നെങ്കിൽ അവിടെ ടർബുലന്റ് ഫ്ലോ ആയിരിക്കും. ദാറ്റ് ഈസ് ഫിക്സിംഗ് ഓഫ് അല്ലെങ്കിൽ മിക്സിംഗ് ഓഫ് എന്താണ് ഫ്ലൂയിഡ് ലെയേഴ്സ് ഹാപ്പൻസ്. ഓക്കെ, അതിൻ്റെ ഡെഫിനേഷനും കാര്യങ്ങളും അതേപോലെ തന്നെ ആ ഒരു റേഞ്ചും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തത്. ടർബുലന്റ് ഫ്ലോ എന്ന് പറയുമ്പം റെനോൾഡ്സ് നമ്പർ 4000 എബോവ് ആയിരിക്കും. ലാമിനാർ ഫ്ലോ എന്ന് പറയുമ്പം 2300 ഓക്കെ അല്ലെങ്കിൽ 2100 ആണ് ഇവിടെ കൊടുത്തത്, അതിനെക്കാട്ടും ലെസ് ആയിരിക്കും. ഇനിയിപ്പം ട്രാൻസിറ്റ് ഫ്ലോ എന്ന് പറഞ്ഞെങ്കിൽ ഇതിൻ്റെ ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന റെനോൾഡ്സ് നമ്പറിൽ ഉണ്ടാകുന്നതാണ്. 2100 to 4000 വരെ വരുന്ന ആ ഒരു റേഞ്ചിൽ റെനോൾഡ്സ് നമ്പർ വരികയാണെങ്കിൽ ട്രാൻസിറ്റ് ഫ്ലോ ആയിരിക്കും. ഇനി റൊട്ടേഷണൽ ഫ്ലോയിൻ്റെയും അതേപോലെ തന്നെ ഇറൊട്ടേഷണൽ ഫ്ലോയിൻ്റെയും ഡെഫിനേഷനാണ് കൊടുത്തത്. റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയുമ്പം ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എന്താണ് ഇറ്റ്സ് ഓൺ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയും. ഇറൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയുമ്പം ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എന്താണ് ലൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്നില്ല, ഇറ്റ്സ് ഓൺ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ അതിനെ ഇറൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയും. ഇവിടെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ഇറൊട്ടേഷണൽ ഫ്ലോക്ക് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ജെയിൻറ്റ് വീലിൽ ഓരോ പാർട്ടിക്കിൾസ് എന്താണ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും അതിൻ്റെ ആക്സിസിൽ ഓരോരോ ബോഗിയും റൊട്ടേറ്റ് ചെയ്യുന്നില്ല. സോ അതൊരു ഇറൊട്ടേഷണൽ ഫ്ലോക്ക് എക്സാമ്പിളാണ്. ഓക്കെ, ഇനിയിപ്പം ഒരു എന്താണ് ഇക്വേഷൻ തന്നിട്ട് അത് എന്താണ് ഇറൊട്ടേഷണൽ ഫ്ലോ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുക, ലാപ്ലേസ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് അത് 0 കിട്ടുന്നുണ്ടെങ്കിൽ ഇറൊട്ടേഷണൽ ഫ്ലോ ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഓർത്തെടുക്കേണ്ടത്. ഓക്കെ, ഇനി കംപ്രസിബിൾ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി വാരി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് പറയും, കംപ്രസിബിൾ ഫ്ലോ എന്ന് പറയും. വെൻ എ ഫ്ലൂയിഡ് ഫ്ലോ ഈസ് കംപ്രസിബിൾ ദ ഫ്ലൂയിഡ് ഡെൻസിറ്റി വാരീസ് വിത്ത് പ്രഷറിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലൂയിഡ് ഡെൻസിറ്റി വാരി ചെയ്യുന്നുണ്ട്. ഇനി ഇതിനെ തന്നെ മാക് നമ്പറിനെ ബേസ് ചെയ്തിട്ടും പറയാം. മാക് നമ്പർ ഗ്രേറ്റർ ദാൻ 0.3 0.3നേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ മാക് നമ്പർ അത് കംപ്രസിബിൾ ഫ്ലോ ആയിരിക്കും. ഓക്കെ, പിന്നെന്താണ് ഇൻകംപ്രസിബിൾ ഫ്ലോൻ്റെ കേസിലാണെങ്കിൽ മാക് നമ്പർ എന്തായിരിക്കും 0.3നേക്കാട്ടും ലെസ് ആയിരിക്കും. ഇവിടെ കൊടുത്തത് എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ ബിറ്റ്വീൻ റൊട്ടേഷണൽ ഫ്ലോ ആൻഡ് ഇറൊട്ടേഷണൽ ഫ്ലോ ആണ്. റൊട്ടേഷണൽ ഫ്ലോയിലേക്ക് നോക്കുകയാണെങ്കിൽ ദ റൊട്ടേഷണൽ ഫ്ലോ ഈസ് എ ഫ്ലോ ഇൻ വിച്ച് the fluid particles also rotate about their own axis while rotating along a streamline. അതേപോലെ തന്നെ if the angle between the two intersecting lines of the boundary of the fluid element changes while moving in the flow is a rotational flow. തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇറൊട്ടേഷണൽ ഫ്ലോയിൽ ജെയിൻറ്റ് വീലുമായിട്ട് കോറിലേറ്റ് ചെയ്തതാണ്. ആൻഡ് മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this stream function which satisfy the Laplace function such type of flow is in irrotational flow എന്നാണ് പറഞ്ഞത്. ഓക്കെ, ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫോർമുലാസ് അല്ലെങ്കിൽ എന്താണ് സ്ട്രീം ഫംഗ്ഷൻ ആണ് എന്ത് പറയുക ഇറൊട്ടേഷണൽ ഫ്ലോയിൽ പറയുന്നത്. ഓക്കെ, ആ പോയിന്റുകളൊന്ന് വായിച്ചു വെക്കുക. ഇനി ഡിസ്ക്രൈബ് ദ വേരിയസ് ടൈപ്പ് ഓഫ് ഫ്ലോ ലൈൻസ് വിത്ത് സ്യൂട്ടബിൾ ഡയഗ്രാം. ഓക്കെ, സ്ട്രീം ലൈൻ അതേപോലെ തന്നെ സ്ട്രീം ട്യൂബ്, പാത്ത് ലൈന്, സ്ട്രീക്ക് ലൈനൊക്കെ ഡിഫൈൻ ചെയ്യാനൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ് ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ അറ്റ് എ പോയിന്റ് വെലോസിറ്റിക്ക് ടാൻജൻഷ്യൽ ആയിട്ട് വരക്കുന്ന ലൈനെയാണ് നമ്മൾ ബേസിക് ആയിട്ട് സ്ട്രീം ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇൻ ദ ഓയിലേരിയൻ മെത്തേഡ് ദ വെലോസിറ്റി വെക്ടർ ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫംഗ്ഷൻ ഓഫ് ടൈം ആൻഡ് സ്പേസ് കോർഡിനേറ്റ്. If for a fixed instant of time a space curve is drawn so that tangent everywhere to the velocity vector, when this curve is called streamline. അതായത് ഒരു ഇൻസ്റ്റന്റിൽ വെലോസിറ്റിക്ക് ടാൻജന്റ് ആയിട്ട് വരക്കുന്ന ലൈൻസിന് അല്ലെങ്കിൽ ആ ഒരു കേർവിനെയാണ് നമ്മൾ എന്ത് പറയുക സ്ട്രീം ലൈൻ എന്ന് പറയുന്നത്. Therefore the Eulerian method gives a series of instantaneous streamlines of the state of motion. ഓക്കെ, ഇവിടെ വെലോസിറ്റിക്ക് ടാൻജന്റ് ആയിട്ട് വരച്ച സ്ട്രീം ലൈൻസിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ദിസ് ആൻഡ് പാത്ത് ലൈൻ. പാത്ത് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഗ്രാഞ്ചിയൻ അപ്രോച്ചിൽ കിട്ടുന്ന ഒരു ഔട്ട്പുട്ടാണ്. പാത്ത് ലൈൻസ് ആർ ഔട്ട്പുട്ട് ഓഫ് ദ ലഗ്രാഞ്ചിയൻ മെത്തേഡ് ഇൻ ഡിസ്ക്രൈബിംഗ് ഫ്ലൂയിഡ് ഫ്ലോ and show the path of different fluid particle as a function of time. ടൈമിനനുസരിച്ച് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പം അതിൻ്റെ ട്രജക്ടറി അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ പാത്ത് ഫോളോ ചെയ്തിട്ടുണ്ടാക്കുന്ന ആ ഒരു കേർവാണ് എന്ത് പറയുന്നത് പാത്ത് ലൈൻ എന്ന് പറയുന്നത്. ബേസിക്കലി എ പാത്ത് ലൈൻ ഈസ് ദ ട്രജക്ടറി. ഓക്കെ, ട്രജക്ടറി ഓഫ് എ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഓഫ് ഫിക്സഡ് ഐഡന്റിറ്റി ആസ് ഡിഫൈൻഡ് ബൈ ഇക്വേഷൻ s is equal to s bar 0t. Okay, and next streak line. A streak line is the locus of the temporary location of all particles that have passed through a fixed point in the flow field at any instant of time. അതായത് ഒരു ഫിക്സഡ് പോയിന്റിലൂടെ കടന്നുപോയ പോയിന്റ്സിന്റെ
എന്താണ് ലോക്കസ് കൂട്ടിയോജിപ്പിച്ചുണ്ടാക്കുന്ന ആ ഒരു പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, അല്ലെങ്കിൽ ആ ഒരു കേർവിനെയാണ് എന്ത് പറയുക, സ്ട്രീക്ക് ലൈൻസ് എന്ന് പറയുക. ഓക്കെ, സ്ട്രീക്ക് ലൈൻസ്. While a path line refers to the identity of a fluid particle, a streak lines is specified by the fixed point in the flow field. Okay, difference മനസ്സിലാക്കുക. It is of particular interest in experimental flow visualization. Okay. ഇനി സ്ട്രീം ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്ട്രീം ട്യൂബ് എന്ന് പറഞ്ഞാൽ സ്ട്രീം ലൈൻസ് ഉണ്ടാക്കുന്ന ഒരു ട്യൂബാണ് സ്ട്രീം ട്യൂബ്. ബേസിക്കലി എ ബണ്ടിൽ ഓഫ് നെയ്ബറിംഗ് സ്ട്രീം ലൈൻസ് മേ ബി ഇമാജിൻ ടു ഫോം എ പാസേജ് ത്രൂ വിച്ച് ദ fluid flows. അതായത് സ്ട്രീം ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബണ്ടിൽ ഓഫ് നെയ്ബറിംഗ് സ്ട്രീം ലൈൻസ് മേ ബി ഇമാജിൻഡ് ടു ഫോം എ പാസേജ് ത്രൂ വിച്ച് ദ ഫ്ലൂയിഡ് ഫ്ലോസ്. ദിസ് പാസേജ് ഈസ് നോൺ ആസ് സ്ട്രീം ട്യൂബ്. ഓക്കെ, ഒരു ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ അത് ഫണ്ടമെൻ്റൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീം ട്യൂബിൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡ് വെലോസിറ്റി 0 ആയിരിക്കും. ഓക്കെ, കാരണം പെർപെൻഡിക്കുലർ ഡയറക്ഷൻ സ്ട്രീം ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്തായാലും വെലോസിറ്റി 0 ആയിരിക്കും, അത് നമുക്കറിയാം. ഇവിടെ കൊടുത്തത് എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രീം ലൈൻ ആൻഡ് പാത്ത് ലൈൻ. ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രീം ലൈൻസ് ആൻഡ് പാത്ത് ലൈൻസ്. ഓക്കെ, ഡിഫറൻസിയേഷൻ കൊടുത്തത് ഇങ്ങനെയാണ്. പാത്ത് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് റെഫേഴ്സ് ടു ദ path followed by fluid particle over a period of time. Okay, Lagrangian approach ആണ്. Two path lines can intersect each other or as a single path can form as a loop as different particle or even same particle can arrive at the same point at different instant of time. അതായത് പാത്ത് ലൈൻസ് എന്താണ് ഇന്റർസെക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഇൻ സ്ട്രീം ലൈൻ്റെ കേസിലാണെങ്കിൽ ടു സ്ട്രീം ലൈൻസ് നെവർ ഇന്റർസെക്ട് ആണ്. ഓക്കെ, ദിസ് ഈസ് ആൻ ഇമാജിനറി കർവ് ഇൻ എ ഫ്ലോ ഫീൽഡ് ഫോർ എ ഫിക്സഡ് ഇൻസ്റ്റന്റ് ഓഫ് ടൈം, ടാൻജന്റ് ടു വിച്ച് ഗീവ്സ് ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ദാറ്റ് പോയിന്റ്. അതായത് നേരെ തിരിച്ചു പറഞ്ഞതാണ്. അതായത് സ്ട്രീം ലൈനിന്റെ ടാൻജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? വെലോസിറ്റി ആയിരിക്കും. ടു സ്ട്രീം ലൈൻസ് ക്യാൻ നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ ആസ് ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി വെക്ടർ അറ്റ് എനി ഗിവൺ പോയിന്റ് ഈസ് യുണീക്ക്. ഓക്കെ, അതായത് ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ഒരു ഫ്ലൂയിഡിന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ യുണീക്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് ഒരു പോയിന്റിൽ രണ്ട് സ്ട്രീം ലൈൻസ് ഇന്റർസെക്ട് ചെയ്യില്ല. ഇനി പറഞ്ഞത് ഡിഫറൻഷിയേറ്റ് ഫോളോയിങ് സ്റ്റഡി ഫ്ലോ ആൻഡ് അൺസ്റ്റഡി ഫ്ലോ, സ്ട്രീം ലൈൻ ആൻഡ് സ്ട്രീക്ക് ലൈൻ ഫ്ലോ. സ്റ്റഡി ഫ്ലോ എന്ന് പറയുമ്പം എ ഫ്ലോ ഇൻ വിച്ച് ആൾ കണ്ടീഷൻസ് വെലോസിറ്റി, പ്രഷർ, ഡെൻസിറ്റി, ഡിസ്ചാർജ് അറ്റ് എനി പോയിന്റ് ഇൻ എ സ്ട്രീം റിമൈൻസ് കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ബട്ട് ദ കണ്ടീഷൻ മേ ബി ഡിഫറെൻറ്റ് പോയിന്റ് ഈസ് കോൾഡ് സ്റ്റഡി ഫ്ലോ. ഇനി അൺസ്റ്റഡി ഫ്ലോ വരുമ്പം എ ഫ്ലോ ഇൻ വിച്ച് ആൾ കണ്ടീഷൻസ് വെലോസിറ്റിയും പ്രഷറും ഡെൻസിറ്റിയും ഡിസ്ചാർജും അറ്റ് എനി പോയിന്റ് ഇൻ എ സ്ട്രീം ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം, ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നു പറഞ്ഞതാണ്. വേറെ എന്താണ്? ഇനി സ്ട്രീം ലൈൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ in Eulerian method, the velocity vector is defined as the function of time and space coordinate. If for a fixed instant of time, a space curve is drawn so that its tangents everywhere to the velocity vector, this curve is called streamline. Okay, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കസ് ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഫീൽഡ് ഇൻ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ. ഡിസ്കസ് ആൻഡ് ഡിറ്റർമൈൻ ദ എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി ഫീൽഡ് ഇൻ എ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ. ഓക്കെ, വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 3D ആവുമ്പം 3 ടൈപ്സ് ഉണ്ടാവും. എക്സ് കോർഡിനേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, വൈ കോർഡിനേറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, സെറ്റ് കോർഡിനേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. സോ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ആക്സിലറേഷൻ ഫീൽഡും അതേപോലെ തന്നെയാണ്. നമുക്കറിയാം 3 ടൈപ്പ് ഓഫ് ആക്സിലറേഷൻ: എക്സ് കോർഡിനേറ്റിലുള്ള ആക്സിലറേഷൻ, വൈ കോർഡിനേറ്റിലുള്ള ആക്സിലറേഷൻ, സെറ്റ് കോർഡിനേറ്റിലുള്ള ആക്സിലറേഷൻ. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഡി യു ബൈ അല്ലെങ്കിൽ ഡോ യു ബൈ ഡോ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോക്കൽ ആക്സിലറേഷൻ ആണ്. ആൻഡ് ദിസ് ടേം ഈസ് കൺവേർട്ടീവ് ആക്സിലറേഷൻ. ഓക്കെ, കൺവേർട്ടീവ് ആക്സിലറേഷൻ. ഓക്കെ, സോ ഈ എക്സ്പ്രഷൻ ഓർമ്മിച്ച് വെക്കുക. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ യു ബൈ ഡോ ടി പ്ലസ് യു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വി ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡബ്ല്യു ഡോ യു ബൈ ഡോ സെറ്റ്. ഓക്കെ, ഇത് കണ്ടുവച്ചിട്ട് ലാസ്റ്റ് ഫൈനൽ ആക്സിലറേഷൻ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫൈനൽ റിസൾട്ടൻ്റ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ. ഓക്കെ, ഞാൻ എഴുതാൻ പറ്റുമെന്നറിയില്ല. ഓക്കെ, എ വൈ സ്ക്വയർ പ്ലസ് എ സെറ്റ് സ്ക്വയർ കണ്ടാൽ മതി റിസൾട്ടൻ്റ് ആക്സിലറേഷൻ ചോദിക്കുമ്പോൾ. ഓക്കെ, ഇനി കൺവെക്റ്റീവ് ആക്സിലറേഷൻ, ലോക്കൽ ഓർ ടെമ്പോറൽ ആക്സിലറേഷൻ, അതിൻ്റെ കേസുകളൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ടെമ്പോറൽ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ ടൈം ഈസ് കോൾഡ് ലോക്കൽ ആക്സിലറേഷൻ. ഓക്കെ, അതായത് എന്താണ് ഡി യു ബൈ അല്ലെങ്കിൽ ഡോ യു ബൈ ഡോ ടീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോക്കൽ ആക്സിലറേഷൻ അല്ലെങ്കിൽ ടെമ്പോറൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പം അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടേംസ് ഇൻ ബ്രീഫ്. സർക്കുലേഷൻ, vorticity, stream function, potential function or velocity potential function. ഓക്കെ, സർക്കുലേഷനും അതേപോലെ തന്നെ വോർട്ടിസിറ്റിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേഷൻ അല്ലെങ്കിൽ റൊട്ടേഷൻ മോഷനെ
എന്താണ് ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. ഓക്കെ, സ്ട്രീം ഫംഗ്ഷനും ഉണ്ട്, പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, ബേസിക്കലി സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ മാക്രോസ്കോപ്പിക് മെഷർ ആണ്. മാക്രോസ്കോപ്പിക് മെഷർ ഓഫ് ദ റൊട്ടേഷൻ ഓഫ് എ ഫ്ലൂയിഡ് എലമെന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് വെലോസിറ്റി ഫീൽഡ് അലോങ് ഫ്ലൂയിഡ് എലമെന്റ്. ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഓക്കെ, ഇതിന്റെ മെയിൻ പോയിന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഇതൊരു മാക്രോസ്കോപ്പിക് അപ്രോച്ച് ആണ്. അതേപോലെ തന്നെ എന്താണ് ഇറ്റ്സ് എ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ബട്ട് ഇൻ വേർട്ടിസിറ്റിന്റെ കേസിൽ വരികയാണെങ്കിൽ ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതേപോലെ തന്നെ മൈക്രോസ്കോപ്പിക് എന്താണ് റൊട്ടേഷണൽ അനാലിസിസ് ആണ്. ഓക്കെ, ഇനി സ്ട്രീം ഫംഗ്ഷൻ. ഇനിയിപ്പം വേർട്ടിസിറ്റിൻ്റെയും അതേപോലെ തന്നെ സർക്കുലേഷൻ്റെയും ഇക്വേഷൻ ഒക്കെ ഉണ്ട്. ബേസിക് ആയിട്ട് അതിൻ്റെ ഡെഫിനേഷൻ ഇതാണ്. അത് ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഫ്ലൂയിഡ്സിൻ്റെ കേസിൽ മാത്രമേ സ്ട്രീം ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സ്ട്രീം ഫംഗ്ഷനെ സൂചിപ്പിക്കുന്ന സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈ ആണ് കേട്ടോ. psi ആണ്. പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആണെങ്കിൽ phi ആണ്. The stream function can be used to plot streamlines represents the trajectories of particle in steady flow. ഓക്കെ, അതതിൻ്റെ ഡെഫിനേഷനും കാര്യങ്ങളൊക്കെയാണ്. അതിനെക്കാട്ടും നല്ലത് അതിനെ എന്താണ് ആ ഒരു ഡിഫറൻഷ്യൽ ഫോമിൽ എക്സ്പ്രസ് ചെയ്യുമ്പം മനസ്സിലാക്കുന്നതായിരിക്കും. ഓക്കെ, ലൈക്ക് സ്ട്രീം ഫംഗ്ഷനെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? വെലോസിറ്റി u എന്നുള്ളത് എക്സ് ആക്സിസിലെ വെലോസിറ്റി ആണെങ്കിൽ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? മൈനസ് ഡോ സൈ ബൈ ഡോ വൈ എന്നാണ് നമുക്ക് യു എക്സ് അല്ലെങ്കിൽ എന്താ പറയുക എക്സ് ആക്സിസിലെ വെലോസിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യാം, ഡോ വൈ. ഇനി വിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? വി എന്നുള്ളത് വൈ ആക്സിസിലെ വെലോസിറ്റി ആണെങ്കിൽ നമുക്ക് സ്ട്രീം ഫംഗ്ഷനെ ലൈക്ക് ഡോ ആണ്, അത് ഡോ ഫൈ ബൈ ഡോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈ ആക്സിസിലെ വെലോസിറ്റി കിട്ടും. ഓക്കെ, ആ ചേഞ്ച് മനസ്സിലാക്കണം. ലൈക്ക് എന്താണ് സ്ട്രീം ഫംഗ്ഷനെ നെഗറ്റീവ് സ്ട്രീം ഫംഗ്ഷൻ എന്താണ് വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് കോർഡിനേറ്റിൽ അല്ലെങ്കിൽ എക്സ് ആക്സിസിലെ വെലോസിറ്റി ആണ് കിട്ടുക. അതേപോലെ തന്നെ സ്ട്രീം ഫംഗ്ഷനെ എന്താണ് സെഡ് കോർഡിനേറ്റ് കൊണ്ട് അല്ലെങ്കിൽ സെഡ് വെച്ചിട്ട് അല്ലെങ്കിൽ എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ് നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വൈ ആക്സിസിലെ വെലോസിറ്റി ആണ് കിട്ടുക. ഓക്കെ, ഇതേപോലെ തന്നെ എന്താണ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫൈ ആണെന്ന് പറഞ്ഞു, അതിനെ എന്താണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ യു കിട്ടും. അതായത് ഡോ ഫൈ ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ എക്സ് ആക്സിസിലെ വെലോസിറ്റി തന്നെയാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ മൈനസ് ഡോ ഫൈ ബൈ ഡോ വൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വൈ ആക്സിസിലെ വെലോസിറ്റി തന്നെയാണ്. ഓക്കെ, ഇനി വോർട്ടിസിറ്റിൻ്റെയും അതേപോലെ തന്നെ സർക്കുലേഷൻ്റെയും ഒരു ഡിഫറൻഷിയേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, vorticity is mathematically defined as the curl of the velocity field and is hence a measure of local rotation of the fluid. So this definition makes it as a vector quantity. Okay, അതുകൊണ്ടാണ് ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, അതായത് വെലോസിറ്റിയുടെ കേളാണ്. ഇനി യൂസിങ് സ്റ്റോക്ക് തിയറം the line integral of the velocity field along the closed path can be expressed as the surface integral of the curl of the velocity field normal to the arbitrary area bounded by the path. Vorticity is a microscopic study. ഓക്കെ, അതിൻ്റെ ഡിഫറൻഷ്യൽ കുറച്ച് കാര്യങ്ങൾ ഒരു 4 പോയിന്റ് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി എന്താ ഗീവ് ദ റിലേഷൻ ബിറ്റ്വീൻ സർക്കുലേഷൻ ആൻഡ് വോർട്ടിസിറ്റി, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഓക്കെ, ആ റിലേഷൻ കൂടിയാണ് ഇവിടെ കാണിച്ചിരുന്നത്. ഓക്കെ, ഈ റിലേഷൻ നോക്കുക. ലൈക്ക് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഈ ഒരു നൊട്ടേഷൻ, അതായത് സർക്കുലേഷൻ ഈസ് ഈക്വൽ ടു വേർട്ടിസിറ്റി ബൈ ഏരിയ എന്നുള്ള ആ ഒരു എന്താണ് ഫൈനൽ ഔട്ട്പുട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ആൻഡ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറി പാർട്ടാണ് ഫ്ലോനെറ്റ്. ഓക്കെ, ഫ്ലോനെറ്റ്, വാട്ട് ഈസ് ഫ്ലോനെറ്റ്? റൈറ്റ് ദ പ്രോപ്പർട്ടീസ് യൂസ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് ഫ്ലോനെറ്റ്. ഓക്കെ, ഫ്ലോനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വപൊട്ടൻഷ്യൽ ലൈൻസും അതേപോലെ തന്നെ ഇതാണ് സ്ട്രീം ലൈൻസും കൂടി ഉണ്ടാക്കുന്ന ഒരു ഗ്രിഡ് അല്ലെങ്കിൽ ആ ഒരു നെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫ്ലോനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡെഫിനേഷൻ നോക്കാം. എ ഫ്ലോനെറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സ്ട്രീം ലൈൻസ് ആൻഡ് ഇക്വപൊട്ടൻഷ്യൽ. ഓക്കെ, സ്ട്രീം ലൈൻസിൻ്റെയും ഇക്വപൊട്ടൻഷ്യൽ ലൈൻസിൻ്റെയും ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. This streamlines is flonet show the direction of flow which the equipotential lines joins the equal velocity potential. ഓക്കെ, സോ ബേസിക് ആയിട്ട് പറയാനുള്ളത് ഇക്വപൊട്ടൻഷ്യൽ ലൈൻസിൻ്റെയും അതേപോലെ തന്നെ സ്ട്രീം ഫംഗ്ഷൻ്റെയും കൂടി കമ്പൈൻ ചെയ്തുണ്ടാക്കുന്ന ഒരു ഗ്രിഡാണ് എന്ത് ഫ്ലോനെറ്റ് എന്ന് പറയാം. ഓക്കെ, സോ അതിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ എ ഹോമോജിനസ് ഐസോട്രോപിക് സിസ്റ്റം flow lines and equipotential are always perpendicular and form a curvilinear square. Okay, ഇതൊരു ഹോമോജിനസ് സിസ്റ്റത്തിൽ ഫ്ലോ ലൈൻസ് ആൻഡ് ഇക്വപൊട്ടൻഷ്യൽ ലൈൻസ്, ഓക്കെ സ്ട്രീം ലൈൻസും അതേപോലെ ഇക്വപൊട്ടൻഷ്യൽ ലൈൻസും എന്താണ് ഓൾവേസ് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതൊരു കർവ് ലീനിയർ സ്ക്വയേഴ്സ് ആണ് ഫോം ചെയ്യുക. ഇക്വപൊട്ടൻഷ്യൽ ആർ ആൾവേസ് നോർമൽ ടു എ
impermeable boundary. Okay. Flow lines are always parallel to impermeable boundary. Equipotential are always parallel to constant head boundary. Flow lines are always normal to a constant head boundary. ഇനി യൂസ് ഓഫ് ഫ്ലോ ബൗണ്ടറി അല്ലെങ്കിൽ യൂസ് ഓഫ് ഫ്ലോ നെറ്റിനെ പറ്റിയാണ് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ എമൗണ്ട് ഓഫ് സീപ്പേജ് ആൻഡ് അപ്വേർഡ് ലിഫ്റ്റ് പ്രഷർ ബിലോ ഹൈഡ്രോളിക് സ്ട്രക്ചർ. അതായത് ഒരു ഹൈഡ്രോളിക് സ്ട്രക്ചറിന് താഴെ ഉണ്ടാകുന്ന അപ്ലിഫ്റ്റ് പ്രഷറും അതേപോലെ തന്നെ എമൗണ്ട് ഓഫ് സീപ്പേജും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫ്ലോ നെറ്റ് യൂസ് ചെയ്യാറുണ്ട്. വൺസ് ദ ഫ്ലോ നെറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ദ സെയിം വൺ അപ്ലൈസ് ടു ഫ്ലോ അറ്റ് ഡിഫറെൻറ്റ് ഡിസ്ചാർജസ്. അതായത് ഒരു ഫ്ലോ നെറ്റ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഡിസ്ചാർജ് ആണെങ്കിൽ കൂടിയും അത് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്, പിന്നെ the velocity of any reference point is known. The flow net gives velocity at any point by using continuity equation. അതായത് ഒരു പോയിന്റിലുള്ള വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഫ്ലോ നെറ്റ് യൂസ് ചെയ്തിട്ട് കണ്ടിന്യൂറ്റി ഇക്വേഷൻ യൂസ് ചെയ്തിട്ടും എന്താണ് കിട്ടിക്കാൻ പറ്റും, ഏതൊരു പോയിന്റിലെയും നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഫ്ലോ നെറ്റ് അനാലിസിസ് അസിസ്റ്റ് ദ ഡിസൈൻ ഓഫ് എ എഫിഷ്യൻറ്റ് ബൗണ്ടറി ഷേപ്സ്. ഓക്കെ, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബൗണ്ടറി ഷേപ്സ് ഡിസൈൻ ചെയ്യാനും ഫ്ലോ നെറ്റ് യൂസ് ചെയ്യാം. If helps in avoiding the separation and point of stagnation in the design of boundary shapes. Okay, ഇതിൻ്റെ ലിമിറ്റേഷൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് എന്താണ്, ഫ്ലോ നെറ്റ്സ് ആർ നോട്ട് capable of showing accurately the formation of waves resulting from eddy formation and separation. അതായത് എഡി ഫോർമേഷൻ്റെ റിസൾട്ടായിട്ട് ഉണ്ടാകുന്ന വേഗ്സ് ഫോർമേഷൻ എന്താക്കാൻ പറ്റില്ല, ഫ്ലോ നെറ്റിന് അക്യുറേറ്റ്ലി മെഷർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതായത് ഷാർപ്പ്ലി ഡൈവേഴ്സ് ചെയ്യുന്ന ഫ്ലോയിൽ ഫ്ലോ നെറ്റിൻ്റെ ആ ഒരു പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ഇനി ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ജനുവരി 2017 ചോദിച്ച റിപ്പീറ്റേഷൻ ആയിട്ട് ചോദിച്ച 2018 ചോദിച്ചിട്ടുണ്ട് ഒരു പ്രോബ്ലമാണിത്. ദ വെലോസിറ്റി വെക്ടർ ഇൻ എ ഫ്ലൂയിഡ് ഫ്ലോ ഈസ് ഗിവൺ. ഓക്കെ, v is equal to 4x cube I minus 10x square yj plus 2tk. Find the velocity and acceleration of fluid particle at 2, 1, 3 എന്നുള്ള പോയിന്റ് at time t is equal to 1. അതായത് വെലോസിറ്റി വെക്ടറാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് കണ്ടെത്താൻ മനസ്സിലാവും, ഇതൊരു 3 ഡയമെൻഷണൽ ഫ്ലോ ആണ്. ഓക്കെ, ഇതാണ് എക്സ് കോമ്പണൻറ്റ്, ഇത് വൈ കോമ്പണൻ്റ് ആണ്, അതേപോലെ തന്നെ ഇത് സെഡ് കോമ്പണൻ്റ് ആണ്. ഓക്കെ, സോ എക്സ് കോമ്പണൻ്റ് ഓഫ് വെലോസിറ്റി 4x ക്യൂബ് ആണ്, വൈ കോമ്പണൻ്റ് എന്താണ് v is equal to 10x സ്ക്വയർ ആണ്, എക്സ് സ്ക്വയർ വൈ. ഓക്കെ, ഡബ്ല്യു എന്ന് പറഞ്ഞാൽ സെഡ് കോമ്പണൻ്റ് ആണ്, ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡ് കോമ്പണൻ്റ് ആണ് 2t. ഓക്കെ, ഇനി ഈ ഒരു പോയിന്റുള്ള ഇതിൻ്റെ നെറ്റ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ റിസൾട്ടൻറ്റ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നു. വെക്ടർ ഫോമിലേക്ക് നമ്മൾ ഈ ഒരു പോയിന്റ് എക്സ് വൈക്ക് ഈ ഒരു പോയിന്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എക്സ് എന്ന് പറഞ്ഞാൽ 2 ആണ്, വൈ എന്ന് പറഞ്ഞാൽ 1 ആണ്, 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും, u is equal to 32 എന്ന് കിട്ടും, v is equal to -40 കിട്ടും, w is equal to 2 എന്ന് കിട്ടും. സോ റിസൾട്ടൻറ്റ് വെലോസിറ്റി നമുക്കറിയാം എക്സ് കോമ്പണൻറ്റ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് കോമ്പണൻറ്റ് സ്ക്വയർ പ്ലസ് വൈ കോമ്പണൻറ്റ് സ്ക്വയർ പ്ലസ് സെഡ് കോമ്പണൻറ്റ് സ്ക്വയർ ആണ് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയുന്ന ഫോർമുലയാണ്. സോ അവിടെ ഈ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇത് കിട്ടും 51.26 എന്ന് കിട്ടും. ഓക്കെ, ഇനിയാണ് ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ആക്സിലറേഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം എക്സ് അതേപോലെ തന്നെ എക്സ് കോമ്പണൻറ്റ് വൈ കോമ്പണൻറ്റ് സെഡ് കോമ്പണൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, സോ എക്സ് ഇസ് ഈക്വൽ ടു ഈ ഒരു ഇക്വേഷൻ u ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വി ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡബ്ല്യു ഇൻറ്റു ഡോ യു ബൈ ഡോ സെഡ് പ്ലസ് ഡോ യു ബൈ ഡോ ടി. ഓക്കെ, ഇത് ലോക്കൽ ആക്സിലറേഷൻ ആണ്. ഓക്കെ, ഇത് കൺവെർട്ടീവ് ആക്സിലറേഷൻ ആണ്. സോ ഇക്വേഷനിലേക്ക് നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ഇക്വേഷൻ എഴുതുക, ഓരോന്നിൻ്റെയും എ എക്സിൻ്റെയും എ വൈൻ്റെയും എ സെഡിൻ്റെയും കണ്ടുപിടിക്കാം. സോ ഇത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് വേണം, ഡോ യു ബൈ ഡോ എക്സ് വേണം, ഡോ യു ബൈ ഡോ വൈ വേണം, ഡോ യു ബൈ ഡോ സെഡ് വേണം. ഓക്കെ, സോ ഇവിടെ അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടാണ് ഡോ യു ബൈ ഡോ എക്സ് 12x സ്ക്വയർ ആണ്, ഡോ യു ബൈ ഡോ വൈ എന്ന് പറയുമ്പോൾ 0 ആണ്. ഓക്കെ, ഇത് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നു. ഫൈനലി എന്താണ്, അത് നമ്മളുടെ ഈ ഒരു ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുന്നു. സോ എ എക്സ് കിട്ടും, എ വൈ കിട്ടും, എ സെഡ് കിട്ടും. സോ ഇനി റിസൾട്ടൻറ്റ് എന്താണ് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് സ്ക്വയർ. ഓക്കെ, എ സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ. ഓക്കെ, കണ്ടുപിടിച്ചാൽ മതി. സോ റിസൾട്ടൻറ്റ് ആക്സിലറേഷൻ കിട്ടും. ഓക്കെ, സോ റിസൾട്ടൻറ്റ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു 1568.9 യൂണിറ്റ്സ് ആണ്. അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുമ്പോൾ 2019 ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. അതായത് an idealized flow is given by u is equal to 2x cube I minus 3x square yj. സോ ഫ്ലോ വെക്ടർ തന്നിട്ടുണ്ട്, വെലോസിറ്റി വെക്ടർ തന്നിട്ടുണ്ട്. ഇനി ചോദിച്ചത് is it 2D or 3D? Make calculation for the velocity, acceleration, local acceleration, convertive acceleration of a fluid particle in the flow field at point 213. Okay, v തന്നിട്ട് അതായത് വെലോസിറ്റി വെക്ടർ തന്നിട്ട് ഇത് 2D ആണോ 3D ആണോ. സോ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ij. സോ
എക്സ് കോർഡിനേറ്റും ഉണ്ട് വൈ കോർഡിനേറ്റും ഉണ്ട്. സെറ്റ് കോർഡിനേറ്റ് 0 ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു 2D പ്രോബ്ലം ആണ്. ഓക്കെ, ഇനിയിപ്പം വെലോസിറ്റി കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ ലോക്കൽ ആക്സിലറേഷൻ, കൺവേർട്ടീവ് ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇവിടെ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി കോമ്പണൻറ്റ് 2x³ ആണ്. വൈ ഡയറക്ഷനിലുള്ള കോമ്പണൻറ്റ് -3x² y ആണ്. W0 ആണ്. സോ 2, 1, 3 എന്നുള്ള പോയിന്റുള്ള കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ലൈക്ക് എക്സ് എത്രയാണ്, x2 ആണ്, y 1 ആണ്. ഓക്കെ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കറസ്പോണ്ടിങ് പോയിന്റിലെ വെലോസിറ്റി. ഇനിയിപ്പം അതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലൈക്ക് u² + √u² + v² ചെയ്യും. സോ ഇവിടെ കിട്ടുന്നുണ്ട് 20 യൂണിറ്റ്സ്. ഓക്കെ, ഇനി ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ് കോമ്പണൻറ്റും വൈ കോമ്പണൻറ്റും സെറ്റ് കോമ്പണൻറ്റും സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ആ ഫോർമുല ഓർമ്മിച്ച് വെക്കണം. ax = u ∂u/∂x + v ∂u/∂y + ∂u/∂t. ഓക്കെ, സോ അത് സെപ്പറേറ്റ് കണ്ടുപിടിക്കുന്നു, ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ax, ay ആൻഡ് az കിട്ടുന്നു. അവസാനം റിസൾട്ടൻ്റ് ആയിട്ട് √ax² + ay² കണ്ടുപിടിക്കുന്നു. അത്രയേ ഉള്ളൂ. ഇനി വേറെന്താണ്, 2017 ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇൻ എ 2-dimensional incompressible flow the fluid velocity components are given by u is equal to x minus 4y, v is equal to minus y minus 4x. ഓക്കെ, ഇനി ഷോ ദാറ്റ് ദ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ ദ വെലോസിറ്റി പൊട്ടൻഷ്യൽ എക്സിസ്റ്റ് ആൻഡ് ഡിറ്റർമൈൻ ഇറ്റ്സ് ഫോം, ഫൈൻഡ് ആൾസോ ദ സ്ട്രീം ഫംഗ്ഷൻ. ഓക്കെ, ആൻഡ് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. 2017 ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആയിട്ടുള്ള ഫൈയും അതേപോലെ തന്നെ സ്ട്രീം ഫംഗ്ഷൻ ആയിട്ടുള്ള സൈയും കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അറിയാവുന്ന റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതാ ∂φ/∂x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -u ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, അത് നമുക്കറിയാം. അതേപോലെ തന്നെ ∂φ/∂y -v ആണെന്നുള്ള കാര്യവും നമുക്കറിയാം. ഓക്കെ, പൊട്ടൻഷ്യൽ ഫംഗ്ഷനും അതേപോലെ തന്നെ വെലോസിറ്റി കോമ്പണൻറ്റും തമ്മിലുള്ള റിലേഷൻ ആണിത്. ഇവിടെ മൈനസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഓക്കെ, ∂φ/∂x u എന്നോ അല്ലെങ്കിൽ ∂φ/∂y v എന്നോ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, സോ ഇതനുസരിച്ചിട്ട് ഇവിടെ യുവും വിയും നമുക്കറിയാം. ഓക്കെ, സോ ∂φ/∂x -u ആണ്. സോ -u എന്താണ്, -x + 4y. അതേപോലെ തന്നെ ∂φ/∂y -v ആണ്. സോ -v എന്ന് പറയുമ്പം y + 4x ആണ്. ഇനി ഇതിനെന്ത് ചെയ്യുന്നു, വിത്ത് റെസ്പെക്ട് ടു നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഈ ഒരു ഫസ്റ്റ് ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. സോ എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, -x²/2 + 4yx എന്ന് കിട്ടും. അതേപോലെ തന്നെ സിക്ക് പകരം നിങ്ങൾക്ക് എന്ത് എഴുതാം, f(y) എന്ന് എഴുതാം. ഓക്കെ, ഇതൊരു എന്താണ്, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്, അതായത് വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ്. ഓക്കെ, സിക്ക് പകരം f(y) എന്ന് എഴുതിയാൽ മതി. സോ 5 കിട്ടി. ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും, വിത്ത് റെസ്പെക്ട് ടു ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ∂φ/∂y കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, സോ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ വേണമെങ്കിൽ ഇവിടെയുമായിട്ട് ഈ ഒരു ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷനുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. അതാണ് നമ്മുടെ ഇൻറ്റൻഷൻ. ഓക്കെ, സോ ∂φ/∂y ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം 0 4x കിട്ടും. അതേപോലെ തന്നെ ഇത് വൈയുടെ ഒരു ഫംഗ്ഷൻ ആണ് അല്ലേ. സോ നമുക്ക് എന്ത് കിട്ടും, ഇത് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, f'(y) എന്ന് കിട്ടും. ഓക്കെ, സോ ഇത് രണ്ടും നമ്മൾ പറഞ്ഞു, ഇതും ∂φ/∂y ആണ്, ഈ രണ്ടാമത്തെ ഇക്വേഷനും ∂φ/∂y ആണ്. സോ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ലൈക്ക് ഇതാ 4x + ∂c/∂y അല്ലെങ്കിൽ f'(y) y + 4x. സോ ഇതിൽ നിന്നും നമുക്ക് എന്താണ് f'(y)യുടെ ഇക്വേഷൻ എന്ത് കിട്ടും, അല്ലെങ്കിൽ f'(y) y എന്ന് കിട്ടും. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് f' അല്ലെങ്കിൽ fy കണ്ടുപിടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻ്റഗ്രേറ്റ് ചെയ്യും. സോ y²/2 + c1 എന്ന് കിട്ടും. ഓക്കെ, c1 ഒരു കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുന്നു. സോ c അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ y²/2 എന്ന് എടുക്കുന്നു. എന്നിട്ട് അതിനെ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഫസ്റ്റ് ഇക്വേഷനിൽ, അതായത് ഫസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടിയ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ഇവിടെ സ്ട്രീം ഫംഗ്ഷൻ്റെ കേസിൽ സെയിം മെത്തേഡ് തന്നെയാണ്. ബട്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എന്താണ്, ആ ഒരു സ്ട്രീം ഫംഗ്ഷനും അതേപോലെ തന്നെ വെലോസിറ്റി കോമ്പണൻറ്റും തമ്മിലുള്ള റിലേഷൻ, അതായത് ∂φ/∂x v ആണ്. ഓക്കെ, ∂φ/∂x v ആണ്. അതേപോലെ തന്നെ ∂φ/∂y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -u ആണ്. ഓക്കെ,
അങ്ങനെ എടുത്ത് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. എന്നിട്ട് നമ്മൾ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് എന്ത് ചെയ്യാം, വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലെങ്കിൽ എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതിനുശേഷം അതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്നിട്ട് സെക്കൻഡ് ഇക്വേഷനായിട്ട് ഇക്വേറ്റ് ചെയ്യുക. അവിടുന്ന് ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, അതായത് എഫ് ഡാഷ് ഓഫ് വൈ കണ്ടുപിടിക്കുക. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, എഫ് ഓഫ് വൈ കണ്ടുപിടിക്കാം. ഇനി ആ ഒരു ഫസ്റ്റ് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈ എന്നുള്ള ഫംഗ്ഷൻ ഇങ്ങനെ കിട്ടും. ദാറ്റ്സ് ഓൾ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ദ സ്ട്രീം ഫംഗ്ഷൻ ഫോർ എ ഫ്ലോ ഫീൽഡ് ഈസ് ഗിവൺ ബൈ psi ഈസ് ഈക്വൽ ടു 2xy. ചെക്ക് വെദർ ദ ഫ്ലോ ഈസ് കണ്ടിന്യൂസ് ഓർ ഇറോട്ടേഷണൽ. അതായത് സ്ട്രീം ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിനുശേഷം കണ്ടിന്യൂസ് ആണോ അതേപോലെ തന്നെ ഇറോട്ടേഷണൽ ആണോ എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. ഇറോട്ടേഷണൽ ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലാപ്ലേസ് ഇക്വേഷനിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കും. സോ 0 കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ്, ഇറോട്ടേഷണൽ ആയിരിക്കും. അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആണോ നോക്കണം. കണ്ടിന്യൂസ് ആവാൻ വേണ്ടി കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഉണ്ട്. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഡോ സൈ ബൈ ഡോ എക്സ്. ഡോ സൈ ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക, മൈനസ് അല്ലെങ്കിൽ വി കിട്ടും. ഇനി മൈനസ് ഡോ സൈ ബൈ ഡോ വൈ ചെയ്ത് എന്ത് കിട്ടും, യു കിട്ടും. കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താ പറയുന്നത്, ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിലാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുക. ഡോ വി ബൈ ഡോ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ ഇവിടെ എന്താണ്, ലാപ്ലേസ് ഇക്വേഷനിലേക്ക് വരികയാണെങ്കിൽ ഗീവ് ദ സ്ട്രീം ഫംഗ്ഷൻ എ ഫ്ലോ ഈസ് 2xy എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഫൈൻഡ് ഡോ ഫൈ ബൈ ഡോ എക്സ് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ കണ്ടുപിടിക്കുന്നു. അതേപോലെ തന്നെ ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ സ്ക്വയറും കണ്ടുപിടിക്കുന്നു. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ്റെ ഏത് ഫോമാണ്, സ്ട്രീം ഫംഗ്ഷനിലുള്ള ഫോമാണ്. സോ ഇത് തന്നെയാണ് ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ സ്ക്വയർ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും, സ്ട്രീം ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്താ പറയുക, ഇറോട്ടേഷണൽ ആയിരിക്കും. സോ ഇവിടെ നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലാപ്ലേസ് ഇക്വേഷൻ ഈ ഒരു ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ സ്ട്രീം ഫംഗ്ഷൻ ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും, ഇറോട്ടേഷണൽ ഫ്ലോ ആയിരിക്കും. അതാണ് കൺക്ലൂഷൻ. സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് വളരെ ഫണ്ടമെന്റൽ ആയിട്ട് ഈ ഒരു സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഇത് മാത്രമല്ല ഇതിൻ്റെ കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്, ബട്ട് ഇതാണ് ഫണ്ടമെന്റൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ആ ഡെഫിനേഷനും അതേപോലെ തന്നെ എന്താണ് കുറച്ച് പ്രോബ്ലംസും വെലോസിറ്റി റിലേറ്റഡ് ആയിട്ടും അതേപോലെ തന്നെ ആക്സലറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, ബട്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് ഫ്ലോവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അതായത് വെഞ്ചുറിമീറ്റർ പഠിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു വർക്കൗട്ട് ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. അത് നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂളിൽ ചെയ്യാം. ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നില്ല. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് അനേബിൾ ചെയ്ത് വെക്കുക. കാരണം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് അതൊരു നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഇനി ടൈമുള്ളപ്പോൾ അപ്ലോഡ് ചെയ്യും. സോ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് അനേബിൾ ചെയ്ത് വെക്കുക. സോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്.